നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ആധാർ കാർഡിനെ പൗരത്വത്തിന്റെ നിർണായക തെളിവായി കാണാനാകില്ല എന്ന് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ശരിവെച്ചു. ആധാറിൽ പരിശോധന വേണ്ടിവരുമെന്നും വാക്കാൽ പരാമർശം. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിയമവിരുദ്ധത ഉണ്ടെങ്കിൽ റദ്ദാക്കുമെന്നും കോടതി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാൻ നീക്കം. നടപടി ലോക്സഭയിൽ പ്രഖ്യാപിച്ചു സ്പീക്കർ. 3 അംഗ സമിതി രൂപീകരിച്ചു. നീക്കം വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയ കേസിൽ. കേരളത്തിലെ ദേശീയപാതാ നിർമ്മാണത്തിൽ ഗുരുതര അഴിമതിയെന്ന് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി. റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിച്ചു. ദേശീയപാത അതോറിറ്റിയുടെ പ്രവർത്തനത്തിൽ സമഗ്ര ഓഡിറ്റ് വേണമെന്ന് സമിതി ശുപാർശ. തൃശൂർ കോർപ്പറേഷനിലെ പുതിയ വോട്ടർ പട്ടികയിൽ വ്യാപക വ്യാജ വോട്ടുകൾ. കുട്ടനെല്ലൂർ 17ാം ഡിവിഷനിൽ ഒരു വീട്ടു നമ്പറിൽ 108 വോട്ടുകൾ വരെ. കുട്ടനെല്ലൂരിലെ CPM കൗൺസിലർ ശ്യാമള വേണുഗോപാലിന് ഇരട്ട വോട്ട്. കളക്ടർക്ക് പരാതി നൽകി. വോട്ടർ പട്ടിക ക്രമക്കേടിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായി. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകും. പ്രാഥമിക റൗണ്ട് മത്സരവും സെമിയും നടന്നേക്കും. 2 സന്നാഹ മത്സരങ്ങൾക്കും വേദിയാകും. ആധാർ കാർഡിനെ പൗരത്വത്തിന്റെ നിർണായക തെളിവായി കാണാനാകില്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ശരിയെന്ന് സുപ്രീംകോടതി. ആധാറിൽ പരിശോധന വേണ്ടിവരുമെന്നും സുപ്രീംകോടതി വാക്കാൽ പറഞ്ഞു. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ വാദം കേൾക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷണം നടത്തിയത്. പരിശോധന നടത്താനുള്ള അധികാരം CEIക്ക് ഉണ്ടോ എന്നതാണ് ആദ്യം തീരുമാനിക്കേണ്ട ചോദ്യമെന്നും സുപ്രീംകോടതി പറഞ്ഞു. കേരളത്തിലെ ദേശീയപാതാ നിർമ്മാണത്തിൽ രൂക്ഷ വിമർശനവുമായി പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി. ദേശീയപാത അതോറിറ്റിയുടെ പ്രവർത്തനത്തിൽ സമഗ്ര ഓഡിറ്റ് വേണമെന്ന് സമിതി ശുപാർശ ചെയ്തു. PSC റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും സമർപ്പിച്ചു. കേരളത്തിലെ അടക്കം ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സ്വമേധയാ ഏറ്റെടുത്ത് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. കൂരിയാട് ഡിസൈൻ തകരാറുണ്ടായെന്ന് ദേശീയപാത അതോറിറ്റി സമ്മതിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. വീഴ്ച വരുത്തിയ കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്തി ഭാവിയിൽ കരാറുകൾ നൽകരുത് എന്നും ശുപാർശയുണ്ട്. ഉപകരാറുകൾ തീരെ കുറഞ്ഞ തുകയ്ക്ക് നൽകുന്നതിൽ PSC ആശങ്ക രേഖപ്പെടുത്തി. ഉപകരാറുകളുടെ വിശദമായ വിലയിരുത്തൽ ഗതാഗത മന്ത്രാലയം നടത്തണം. ഡിസൈൻ തയ്യാറാക്കാനും അംഗീകരിക്കാനുമുള്ള സംവിധാനം ദേശീയപാത അതോറിറ്റിക്ക് വേണമെന്നും PSC ശുപാർശ ചെയ്തു. ഓരോ സംസ്ഥാനത്തും ഡിസൈൻ തീരുമാനിക്കുമ്പോൾ MP മാരുൾപ്പെടെ ജനപ്രതിനിധികളുമായും സംസ്ഥാന വിദഗ്ധരുമായും വിശാലമായ കൂടിയാലോചന വേണമെന്നും നിർദ്ദേശമുണ്ട്. ടോൾ നിശ്ചയിക്കാൻ പ്രത്യേക നിയന്ത്രണ അതോറിറ്റി രൂപീകരിക്കണമെന്നും PSC റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയ കേസിൽ ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാൻ നീക്കം. ഇത് സംബന്ധിച്ച അന്വേഷണത്തിനായി നടപടികൾ തുടങ്ങിയതായി സ്പീക്കർ സഭയെ അറിയിച്ചു. നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായി 3 അംഗ സമിതി രൂപീകരിച്ചു. ये स्पष्ट है कि दिल्ली उच्च न्यायालय के मुख्य न्यायाधीश ने न्यायमूर्ति यशवंत वर्मा के विरुद्ध शिकायत को गंभीर प्रकृति का पाया. ഏറെ നിർണായകമായ തീരുമാനമാണ് സ്പീക്കർ ഓം പ്രകാശ് ബിർള സഭയെ അറിയിച്ചത്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് MP മാർ ഒപ്പിട്ട നോട്ടീസ് സ്പീക്കർക്ക് നേരത്തെ നൽകിയിരുന്നു. ആ നോട്ടീസ് താൻ അംഗീകരിക്കുന്നുവെന്ന് സ്പീക്കർ സഭയെ അറിയിച്ചു. അഴിമതിയെ ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും അതിനെതിരെ ശക്തമായ സന്ദേശം പാർലമെന്റ് നൽകണമെന്നും സ്പീക്കർ ചൂണ്ടിക്കാട്ടി. ഇതിനായി 3 അംഗ സമിതി രൂപീകരിക്കുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. സുപ്രീം കോടതി ജഡ്ജി അരവിന്ദ് കുമാറിന്റെ അധ്യക്ഷതയിലുള്ള സമിതിയിൽ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മനീന്ദർ മോഹൻ ശ്രീവാസ്തവയും നിയമവിദഗ്ധനായ BV ആചാര്യയും ഉൾപ്പെടുന്നു. ഇവർ ജസ്റ്റിസ് വർമ്മയ്ക്കെതിരായ കേസും ആരോപണങ്ങളും അന്വേഷിക്കും. തുടർന്ന് 3 അംഗ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക് പാർലമെന്റ് കടക്കുക. जांच समिति की रिपोर्ट प्राप्त होने तक ये प्रस्ताव लंबित रहेगा. സമിതി 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നതാണ് നിലവിലെ ചട്ടം. അതിനുശേഷം ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ വിശദീകരണവും സമിതി കേൾക്കും. അതിനുശേഷമാകും പാർലമെന്റിനുള്ളിൽ ഇംപീച്ച്മെന്റ് നടപടികൾ തുടങ്ങുക. അങ്ങനെയെങ്കിൽ അടുത്ത പാർലമെന്റ് സമ്മേളനത്തിലാകും ഇംപീച്ച്മെന്റ് നടപടികൾ ഉണ്ടാവുക. നേരത്തെ സുപ്രീം കോടതിയുടെ ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് ചോദ്യം ചെയ്ത ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഹർജി കോടതി തള്ളിയിരുന്നു. വീട്ടിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതിനെ തുടർന്ന് അന്നത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആഭ്യന്തര അന്വേഷണ
അന്വേഷണത്തിന് ഉത്തരവിടുകയും വർമ്മയെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ ശുപാർശ ചെയ്യുകയും ചെയ്തു. ഇതിനെതിരെ ജൂലൈ 18-നാണ് വർമ്മ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ന്യൂസ് ഡെസ്ക് അമൃത TV. EP ജയരാജനുമായി ബന്ധപ്പെട്ട വൈദേകം റിസോർട്ട് വിവാദം CPM സംസ്ഥാന സമിതിയിൽ വീണ്ടും ഉന്നയിച്ച P ജയരാജൻ. പരാതി എഴുതി നൽകി ഇത്രയും നാൾ പിന്നിട്ടിട്ടും എന്തുണ്ടായി എന്നാണ് P ജയരാജൻ അന്വേഷിച്ചത്. വിഷയം ഗൗരവത്തോടെ പരിഗണിക്കുകയാണ് എന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി നൽകി. വ്യാഴാഴ്ച ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിലാണ് വിഷയം ഉന്നയിച്ചത്. 2022 വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട ആരോപണം CPM സംസ്ഥാന കമ്മിറ്റിയിൽ P ജയരാജൻ ആദ്യമായി ഉന്നയിച്ചത്. CPM രാഷ്ട്രീയത്തിലേറെ വിവാദമുണ്ടാക്കിയ ആരോപണത്തെ തുടർന്ന് EP ജയരാജൻ ഇടതുമുന്നണി കൺവീനറായിരിക്കെ പാർട്ടിയുമായി കുറച്ചുകാലം അകലം പാലിക്കുകയും ചെയ്തിരുന്നു. തനിക്ക് റിസോർട്ടുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഭാര്യയും മകനും ആയുർവേദ സെന്ററുമായി ബന്ധപ്പെട്ട എല്ലാ ഓഹരിയും ഒഴിയാൻ തീരുമാനിച്ചുവെന്നുമായിരുന്നു അന്ന് EP ജയരാജൻ നൽകിയ വിശദീകരണം. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും റിസോർട്ട് വിവാദം പാർട്ടിക്കുള്ളിൽ തലപൊക്കുകയാണ്. ഇത്തവണയും P ജയരാജൻ തന്നെയാണ് വിഷയം ഉന്നയിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റിയിലാണ് P ജയരാജൻ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട പരാതിയിൽ തുടർ നടപടി അന്വേഷിച്ചത്. 2022 ആരോപണം ആദ്യം ഉന്നയിച്ചപ്പോൾ പരാതി എഴുതി നൽകണമെന്നായിരുന്നു പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടത്. എന്നാൽ പരാതി എഴുതി നൽകിയ ശേഷം ഇത്രയും നാൾ പിന്നിട്ടിട്ടും എന്ത് അന്വേഷണം നടന്നുവെന്നാണ് P ജയരാജൻ ഇപ്പോൾ ചോദിച്ചത്. വിഷയം പരിഗണിച്ചു വരികയാണെന്നാണ് പാർട്ടി സെക്രട്ടറി മറുപടി നൽകിയത്. കുറച്ച് കാലതാമസമുണ്ടായെങ്കിലും പരാതിയിൽ ഗൗരവത്തോടെയുള്ള അന്വേഷണം നടക്കുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി മറുപടി നൽകിയെന്നാണ് വിവരം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയെ വിമർശിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ കേരള കത്തോലിക്ക കോൺഗ്രസ് രംഗത്ത്. MV ഗോവിന്ദന്റേത് വീണ്ടും വിചാരമില്ലാത്ത പ്രസ്താവനയെന്ന് ഫാദർ ഫിലിപ്പ് കവിയിൽ കുറ്റപ്പെടുത്തി. MV ഗോവിന്ദന്റെ നിലപാട് ഫാസിസ്റ്റ് ശക്തികളുടേതിന് സമാനമായെന്ന് തലശ്ശേരി അതിരൂപത വ്യക്തമാക്കി. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് മാർ ജോസഫ് പാംപ്ലാനിയുടെ പ്രസ്താവനയെ MV ഗോവിന്ദൻ ശക്തമായി വിമർശിച്ചിരുന്നു. ബിഷപ്പ് പാംപ്ലാനി അവസരവാദിയാണെന്നും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ BJPക്കെതിരെ പറഞ്ഞ പാംപ്ലാനി ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷായെ പ്രശംസിച്ചെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇതിനെതിരെയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതികരണം. പ്രസ്താവന തിരുത്തണമോ എന്ന് MV ഗോവിന്ദൻ തീരുമാനിക്കട്ടെ എന്നും മൂന്നാം പിണറായി സർക്കാർ വരണോ എന്ന് അവർ ആലോചിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു. നമ്മളൊരു അപകടത്തിൽ പെട്ടപ്പോൾ നമ്മളെ സഹായിച്ചത് അത് ആരാണേലും അവർക്ക് നന്ദി പറയുന്നത് സംസ്കാരമുള്ളവരുടെ ഒരു നിലപാടാണ്. അതാണ് പിതാവ് പറഞ്ഞത്. അതിനെ മറ്റ് വ്യാഖ്യാനങ്ങൾ കൊടുത്ത് വളച്ചൊടിക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഇപ്പം ഗോവിന്ദച്ചാമി പറയുന്നത് നമ്മൾ കാര്യമായിട്ട് എടുക്കുക. ആ നിലയിലേക്ക് സമുന്നതനായ ഒരു പാർട്ടിയുടെ പൊസിഷനിലിരിക്കുന്ന ഗോവിന്ദൻ മാഷ് സംസാരിക്കാൻ പാടില്ലെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. നേരത്തെ തലശ്ശേരി അതിരൂപതയും MV ഗോവിന്ദനെതിരെ രംഗത്ത് വന്നിരുന്നു. പാംപ്ലാനിക്കെതിരെ തരം താഴ്ന്ന പ്രസ്താവന നടത്തിയ CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് ഫാസിസ്റ്റ് ശക്തികളുടേതിന് സമാനമാണെന്ന് തലശ്ശേരി അതിരൂപത കുറ്റപ്പെടുത്തി. AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങിയ ശേഷം മാത്രമേ കത്തോലിക്ക സഭയിലെ മെത്രാൻമാർ പ്രസ്താവന നടത്താൻ പാടുള്ളൂവെന്ന സമീപനം ഫാസിസത്തിന്റെ മറ്റൊരു മുഖമാണെന്ന് രൂപത പ്രസ്താവനയിൽ പറഞ്ഞു. ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഇടപെടണമെന്ന സഭാ നേതൃത്വത്തിന്റെ ആവശ്യം സർക്കാർ മനസ്സിലാക്കി കേന്ദ്രം ഇടപെട്ടതിൽ നന്ദി അറിയിച്ചത് നിലപാട് മാറ്റമല്ലെന്നും രൂപത വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. തിരുവനന്തപുരം മുതലപ്പുഴയിൽ അപകടങ്ങൾ തുടർക്കഥയാകുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിൽ 2 പേർ മരിച്ചിരുന്നു. അപകടങ്ങൾ തടയാനുള്ള പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോഴും അതൊന്നും ഫലപ്രദമാകുന്നില്ല എന്ന വിമർശനമാണ് മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. മുതലപ്പുഴയിൽ അപകടമരണങ്ങൾ ദിനംപ്രതി വർദ്ധിക്കുകയാണ്. 10,000-ഓളം മനുഷ്യരാണ് ഉപജീവന മാർഗം തേടി മുതലപ്പുഴയിൽ നിന്നും കടലിലേക്ക് പോകുന്നത്. ഡ്രഡ്ജിംഗ് നിലച്ചതോടെയാണ് പൊഴിമുഖത്തിന്റെ ആഴം കുറഞ്ഞത്. ഇതോടെ അപകടങ്ങൾ തുടർക്കഥയായി. തിങ്കളാഴ്ച വൈകുന്നേരമാണ് കടലിലേക്ക് പുറപ്പെട്ട 5 പേരടങ്ങുന്ന കർമ്മലമാത എന്ന ചെറുവള്ളം അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 2 പേർ മരിച്ചു, ഒരാൾക്ക് പരിക്കേറ്റു, മറ്റു 2 പേരെ രക്ഷപ്പെടുത്തി. തുടരുന്ന അപകടങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി മുതലപ്പുഴി അവകാശ സംരക്ഷണ സമിതി രംഗത്തെത്തി. മത്സ്യത്തൊഴിലാളികളെ ശത്രുപക്ഷത്ത് കാണുന്ന സമീപനമാണ് സർക്കാർ കാണിക്കുന്നതെന്ന് അവർ ആരോപിച്ചു. മണൽത്തിട്ട മാറ്റാതെ പൊഴി മുറിക്കരുതെന്ന് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ അത് ചെവിക്കൊണ്ടില്ലെന്നും ഉദ്യോഗസ്ഥ ധാർഷ്ട്യമാണ് വീണ്ടും 2 മരണങ്ങൾ സംഭവിച്ചതിന് കാരണമെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. മനുഷ്യാവകാശ കമ്മീഷനെ അടക്കം സമീപിക്കാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം. എന്നാൽ ഈ ഉദ്യോഗമിത്രങ്ങൾ അന്ന് നേതൃത്വം കൊടുത്ത Eയും AXC എന്ന് പറഞ്ഞാൽ അനിൽ മാത്യുവും E എന്ന് പറഞ്ഞാൽ അനിൽകുമാർ, ഇവർ 2 പേരും അവരുടെ ധാർഷ്ട്യം
കാണിച്ചതിന്റെ ഫലം, അവർ നടത്തിയ അവരുടെ ധാർഷ്ട്യത്തിന്റെ ഫലമാണ് ഇപ്പോഴും 2 ജീവൻ ഇന്നലെ ബലിയായത്. കൂടാതെ കഴിഞ്ഞ ഈ ഒരൊറ്റ ആഴ്ച കൊണ്ട് തന്നെ ഏകദേശം 14ഓളം അപകടങ്ങളാണ് ഈ മുതലപ്പുഴ അഴിമുഖത്ത് ഈ മണൽത്തിട്ടയിൽ ഇടിച്ചുണ്ടായിരിക്കുന്നത്. 2011 മുതൽ ഇതുവരെ 78 പേരുടെ ജീവനാണ് മരണപ്പൊഴിയിൽ പൊലിഞ്ഞത്. കഴിഞ്ഞ 6 മാസത്തിൽ പൊലിഞ്ഞത് 19 പേരുടെ ജീവനാണ്. ഇവർക്ക് വേണ്ടത് ഇനിയൊരു ജീവൻ കൂടി പൊലിയും മുൻപ് ഒരു ശാശ്വത പരിഹാരമാണ്. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോതമംഗലത്തെ TTC വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. കേസിൽ പെൺകുട്ടിയുടെ സുഹൃത്തായ റമീസിന്റെ മാതാപിതാക്കളെയും പ്രതി ചേർത്തേക്കും. റമീസിന്റെ ഉപ്പയെയും ഉമ്മയെയും ഇന്ന് ചോദ്യം ചെയ്യും. റമീസിൽ നിന്നേറ്റ അവഗണനയാണ് പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. മതം മാറാൻ വിസമ്മതിച്ചതോടെ ഫോൺ പോലും എടുക്കാൻ റമീസ് തയ്യാറായില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പെൺകുട്ടി റമീസിന് അവസാനമായി ഫോണിൽ മെസ്സേജ് അയച്ചത്. താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പെൺകുട്ടി പറഞ്ഞപ്പോൾ പോയി ചാകാനായിരുന്നു റമീസിന്റെ പ്രതികരണം. ഇത് പെൺകുട്ടിയെ മാനസികമായി തകർത്തെന്നും പോലീസ് പറയുന്നു. കേസിൽ വിപുലമായ അന്വേഷണത്തിനാണ് പോലീസ് ഒരുങ്ങുന്നത്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10 അംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ബിനാനിപുരം SHO, കുട്ടമ്പുഴ SHO എന്നിവരും സംഘത്തിലുണ്ട്. അതേസമയം റമീസിന്റെ ഉമ്മയെയും ബാപ്പയെയും പ്രതി ചേർക്കുന്ന കാര്യവും പരിഗണനയിലാണ്. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും പ്രതി ചേർക്കുക. റമീസിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഇതിനായി ഇന്ന് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും. അമൃത ന്യൂസ്, കൊച്ചി. കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് വയോധികരായ സഹോദരിമാരുടെ കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സഹോദരൻ പ്രമോദിന്റെ മൃതദേഹം കണ്ടെത്തി. തലശ്ശേരി കുയ്യാലി പുഴയോരത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ബന്ധുക്കളെത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. പ്രമോദിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസിന്റെ അന്വേഷണം തുടരുമ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. വയോധികരായ സഹോദരിമാരുടെ കൊലപാതക കേസിൽ ഇവർക്കൊപ്പം താമസിച്ച സഹോദരൻ പ്രമോദിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. 62-കാരനായ പ്രമോദ് കൊലപാതകം നടന്ന ദിവസം തടമ്പാട്ട് താഴത്തുകൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടു. എന്നാൽ അന്വേഷണം ഊർജിതമായി നടന്നെങ്കിലും പ്രമോദിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. തുടർന്നാണ് തിങ്കളാഴ്ച വൈകിട്ട് തലശ്ശേരി കുയ്യാലി പുഴയോരത്ത് പ്രമോദിന്റെ മൃതദേഹം അടിഞ്ഞത്. മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടത്. തലശ്ശേരി ഫയർഫോഴ്സിന്റെ സഹായത്തോടെ മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് ബന്ധുക്കളെത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോഴിക്കോട് തടമ്പാട്ടുതാഴം ഫ്ലോറിക്കൽ റോഡിലെ വാടക വീട്ടിൽ 72-കാരി ശ്രീജയ, 62-കാരി പുഷ്പലളിത എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണവിവരം ബന്ധുവിനെ അറിയിച്ച് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പ്രമോദ് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇവരുടേത് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു. സഹോദരിമാരും പ്രമോദും ഏറെ സ്നേഹത്തിലായിരുന്നുവെന്നും സഹോദരിമാരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് മറ്റ് വഴികളില്ലാതെയാവാം പ്രമോദ് കൊലപാതകം നടത്തിയതെന്നും നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ. നിയമനങ്ങൾ ചട്ടവിരുദ്ധമെന്നും റദ്ദാക്കണം എന്നുമാണ് കേരളത്തിന്റെ ആവശ്യം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് ആദ്യം കോടതിയെ സമീപിച്ചത് സർക്കാരായിരുന്നു. താൽക്കാലിക VCമാരെ മാറ്റി സ്ഥിരം നിയമനം ഉടൻ നടത്തണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ 6 മാസത്തേക്ക് താൽക്കാലിക VCമാർക്ക് തുടരാമെങ്കിലും സർക്കാരുമായി ആലോചിച്ച് ചട്ടപ്രകാരം സ്ഥിരം VCമാരെ ഉടൻ നിയമിക്കണമെന്നും കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ സർക്കാർ നൽകിയ പാനൽ അംഗീകരിക്കാതെ ഗവർണർ പഴയ VCമാരെ 6 മാസത്തേക്ക് തുടരാൻ അനുവദിക്കുകയാണ് ചെയ്തത്. ഇതിനെതിരെയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. താൽക്കാലിക VCമാരുടെ നിയമനം ചട്ടവിരുദ്ധമെന്നും ഉടൻ റദ്ദാക്കണമെന്നുമാണ് സർക്കാരിന്റെ ആവശ്യം. ഏകപക്ഷീയമായാണ് ഗവർണർ തീരുമാനമെടുത്തതെന്നും ഹർജിയിൽ പറയുന്നു. മന്ത്രിമാരായ P രാജീവും R ബിന്ദുവും ഗവർണറെ നേരിട്ട് കണ്ടെങ്കിലും ഈ വിഷയത്തിൽ അനുകൂല സമീപനമുണ്ടായില്ല. നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകിയെങ്കിലും പരിഗണിച്ചില്ല. ഇതിനിടെ ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ ഭേദഗതി വരുത്തി മന്ത്രിസഭ അംഗീകരിച്ച ഓർഡിനൻസ് ഗവർണർ ഒപ്പിടാനും വിസമ്മതിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഗവർണറുമായി നിയമ പോരാട്ടത്തിന് സർക്കാർ തയ്യാറായത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. തൃശൂർ കോർപ്പറേഷനിലെ പുതിയ വോട്ടർ പട്ടികയിൽ വ്യാപക വ്യാജ വോട്ടുകൾ. കുട്ടനല്ലൂർ ഡിവിഷനിൽ 400 വ്യാജ വോട്ടുകളും കൃഷ്ണപുരം ഡിവിഷനിൽ 118 വ്യാജ വോട്ടുകളും ചേർക്കപ്പെട്ടു. കൂട്ടനല്ലൂർ ഡിവിഷൻ കൗൺസിലറും CPM നേതാവുമായ ശ്യാമള വേണുഗോപാലിന് ഇരട്ട വോട്ട്. കോർപ്പറേഷനിലെ വിവിധ ഡിവിഷനുകളിൽ 100 കണക്കിന് കള്ളവോട്ടുകളാണ് ചേർക്കപ്പെട്ടിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പടക്കം പടിവാതിൽക്കലെത്തി നിൽക്കെ പുതിയതായി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ 100 കണക്കിന് വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടുവെന്നാണ് പരാതി.
LDFും UDFും BLOമാരെ സ്വാധീനിച്ചാണ് വലിയ രീതിയിൽ കള്ളവോട്ട് ചേർത്തിരിക്കുന്നതെന്ന് BJP പരാതിപ്പെടുന്നു. തൃശൂർ കോർപ്പറേഷനിലെ കുട്ടനല്ലൂർ ഡിവിഷനിൽ മാത്രം 400 കള്ളവോട്ടുകളാണ് ചേർക്കപ്പെട്ടിരിക്കുന്നത്. കുട്ടനല്ലൂർ ഡിവിഷൻ കൗൺസിലറും CPM നേതാവുമായ ശ്യാമള വേണുഗോപാലിന് ഇരട്ട വോട്ടുണ്ടെന്നും BJP ആരോപിച്ചു. ഒരു വീട്ടു നമ്പറിൽ തന്നെ 108 വോട്ട് വരെ ചേർത്തതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വേറെ പല വീട്ടു നമ്പറിലും അതുപോലെ തന്നെ 34 വോട്ട്, 38 വോട്ട്, 28 വോട്ട്, അങ്ങനെ മാക്സിമം 108 വോട്ട് വരെ ചേർത്തതായിട്ടാണ് വ്യാപകമായ ഒരു വീട്ടു നമ്പറിലാണ് ഇത്രയ്ക്കും വോട്ടുകൾ ചേർത്തിട്ടുള്ളത്. അതേസമയം സുരേഷ് ഗോപിക്കെതിരെ കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ തൃശൂർ ACPക്ക് പരാതി നൽകി. വ്യാജരേഖ ചമച്ചു എന്നതടക്കമാണ് പരാതി. ഫൈനൽ വോട്ടർ പട്ടിക വന്ന് സപ്ലിമെന്ററി ലിസ്റ്റിലാണ് സുരേഷ് ഗോപിയുടെ പേര് വോട്ടറായി വരുന്നത്. 6 മാസം അതേ റെസിഡൻസിൽ താമസിച്ചു എന്ന് കൊടുത്ത വ്യാജ സത്യവാങ്മൂലം വോട്ട് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നോമിനേഷൻ കൊടുത്തത്. അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ വോട്ട് അസാധുവാണ്, വ്യാജമാണ്. തൃശൂരിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയത് നേരും നെറിവുമില്ലാത്ത നടപടിയെന്ന മന്ത്രി R ബിന്ദുവും പറഞ്ഞു. എത്ര മോശപ്പെട്ട മാർഗം ഉപയോഗിച്ചും അധികാരത്തിലെത്തിപ്പെടാൻ പരമാവധി ശ്രമം നടത്തുകയാണ് BJPയും RSSും സംഘപരിവാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എത്ര മോശപ്പെട്ട മാർഗങ്ങൾ ഉപയോഗിച്ചും അധികാരത്തിൽ എത്തിപ്പെടാൻ പരമാവധി ശ്രമം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ RSSും BJPയും സംഘപരിവാര ശക്തികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം സുരേഷ് ഗോപി ജയിച്ചതിൽ അസൂയയാണ് കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നതെന്ന് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. നമ്മൾ ഇരട്ട വോട്ടിനെ അംഗീകരിച്ചിട്ടില്ല, വോട്ട് തട്ടിപ്പിനെ അംഗീകരിച്ചിട്ടില്ല, വോട്ട് കള്ളത്തരത്തെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ജയിച്ചു വരുമ്പോൾ അതിനെ അധിക്ഷേപിക്കരുത്. അത് വോട്ട് ചെയ്തവരെ അധിക്ഷേപിക്കാൻ തുല്യമാണ്. രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് വോട്ട് ചേർച്ച തൃശൂരിൽ വലിയ ചർച്ചയാണ് സൃഷ്ടിക്കുന്നത്. 3 മുന്നണികളും ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തി മുന്നോട്ട് വരികയാണ്. അമൃത ന്യൂസ്, തൃശൂർ. തൃശൂരിലെ വോട്ടിൽ ക്രമക്കേട് എന്ന സുരേഷ് ഗോപിക്കെതിരെയുള്ള ആരോപണം ജയിക്കാത്തതിന്റെ കൊതിക്കറുവാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസും CPMും നടത്തുന്നത്. തൃശൂരിലെ വോട്ടിനെക്കുറിച്ച് പരാതിയുണ്ടായിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പ് വേളയിൽ എന്തുകൊണ്ടാണ് ഉന്നയിക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു. സുരേഷ് ഗോപിക്കെതിരായിട്ട് ഉയർത്തുന്ന ഈ ആരോപണങ്ങൾ അതൊരു കൊതിക്കറിവിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഞങ്ങളതിനെ കാണുന്നുള്ളൂ. തൃശ്ശൂരിലെ വോട്ടർ പട്ടികയുമായി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് നേരത്തെ പറയാതിരുന്നത്? ഇത് ഒരു മുഴം നീട്ടിയെറിയുകയാണ്. കോൺഗ്രസിനും CPMനും നന്നായിട്ടറിയാം, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും തൃശ്ശൂരിൽ വിജയം ആവർത്തിക്കും. തൃശ്ശൂർ കോർപ്പറേഷനിലും തൃശ്ശൂരിലെ പഞ്ചായത്തുകളിലും ഞങ്ങൾ വിജയം ആവർത്തിക്കും. അതിനെ തടയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകൂർ ജാമ്യമെടുക്കലാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് എന്നുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇപ്പോൾ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെക്കുറിച്ച് എന്താ കോൺഗ്രസ് പറയാത്തത്? രാജ്യത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ബോധപൂർവം അപകീർത്തിപ്പെടുത്താനും അതിൻ്റെ വിശ്വാസ്യത തകർക്കാനും വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ചോദ്യം ചെയ്ത് തുടങ്ങിയാൽ പിന്നെ രാജ്യത്തെങ്ങനെ ജനാധിപത്യ സംവിധാനം ഉണ്ടാവുക? ആളുകളെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാനുള്ള പരിശ്രമം കോൺഗ്രസും CPMവും അവസാനിക്കണം. ഇത് തോറ്റവരുടെ കളിയാണ്. ഈ കളി ഒരു ജനാധിപത്യത്തിന് ഗുണകരമായിട്ടുള്ളതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത് പ്രധാനപ്പെട്ട കാര്യമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ഇങ്ങനെയാണെങ്കിൽ ജനാധിപത്യത്തിന്റെ വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കണമെന്നും ആ ഉത്തരവാദിത്തം കമ്മീഷനുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തീർച്ചയായിട്ടും ഒരു സുതാര്യത കാണിക്കുകയും അതിന് കൃത്യമായ മറുപടി നൽകുകയും ചെയ്യണം. ഒളിച്ചോടിയിട്ടൊന്നും കാര്യമില്ല. കാരണം ഡെമോക്രസിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി. ആ ഡെമോക്രസിയിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നു എന്ന് പുറത്തു വന്നാൽ നമ്മുടെ ജനാധിപത്യത്തിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടും. ഇപ്പം തന്നെ പലരും വോട്ട് ചെയ്യാൻ തന്നെ പോകാത്തൊരു കാലമാണ്. അപ്പോൾ അതൊരു വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു ഫാഷനാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ആ കാലഘട്ടത്തിൽ ഇതൊരു പ്രഹസനമാണ് എന്ന് തോന്നാൻ പാടില്ല. TN ശേഷനെ പോലുള്ള മഹാന്മാരായ വ്യക്തികൾ ഇരുന്ന കസേരയിൽ ഇരിക്കുന്നവർ അതിൻ്റെ ഒരു 100-ലെന്നെങ്കിലും മര്യാദ കാണിക്കണം. ഇങ്ങനൊരു ആരോപണം വരുമ്പോൾ ആ ആരോപണം ശരിയല്ലെങ്കിൽ അത് ശരിയല്ലെന്ന് തെളിയിക്കാനുള്ള പൂർണ്ണമായ ബാധ്യത ഇലക്ഷൻ കമ്മീഷനാണ്. ഇരട്ട വോട്ടും കള്ളവോട്ടും ഇല്ലാതാക്കാൻ CPM രാഹുൽ ഗാന്ധിക്കൊപ്പം ചേർന്ന് തുടർന്നും പ്രവർത്തിക്കുമോ എന്ന് വ്യക്തമാക്കണമെന്ന് UDF സംസ്ഥാന സെക്രട്ടറി CP ജോൺ. ഇക്കാര്യത്തിൽ CPMും മുഖ്യമന്ത്രിയും നിലപാട് പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ അടുത്ത കാലത്തൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്.
തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ മുന്നണി ബന്ധങ്ങളെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കുറിച്ചുമൊക്കെയാണ് പറയാനുള്ളതെങ്കിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി എന്ന് പറയാം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് വലിയ ഒരു ചർച്ച കഴിച്ചുവിട്ടിരിക്കുകയാണ്. ഈ ചർച്ചയോട് ദൗർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രിയാത്മകമായിട്ടല്ല പ്രതികരിച്ചത് എന്നത് ഖേദകരമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് എന്ന് മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് എം എ റസാഖ് ആവശ്യപ്പെട്ടു. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല എന്നും വോട്ട് മോഷണത്തിന് ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിൽക്കുകയാണെന്നും മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുണ്ടെന്ന വാർത്ത ഇതിനു മുമ്പും പുറത്തു വന്നിരുന്നു. എന്നാൽ വോട്ടർ പട്ടികയിലെ തെറ്റ് തിരുത്താനുള്ള സമയം ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഗുരുതര ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയത്. വോട്ടർ പട്ടികയിൽ 1000-ലധികം വോട്ട് ഇരട്ടിപ്പുകൾ, ഒരു ID കാർഡ് നമ്പറിൽ 6 വോട്ടർമാർ, ഒരു വീട്ടു നമ്പറിൽ 300-ലധികം വോട്ടർമാർ, വീട്ടു നമ്പർ ഇല്ലാതെയും വോട്ടർമാർ തുടങ്ങിയ ആരോപണങ്ങളാണ് മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നത്. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും വോട്ട് മോഷണത്തിന് ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിൽക്കുകയാണെന്നും മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് എം എ റസാഖ് പറഞ്ഞു. ഒരു ID കാർഡ് നമ്പറിൽ 6 വോട്ടർമാർ, ഒരു വീട് നമ്പറിൽ 300-ലധികം വോട്ടർമാർ, വീട് നമ്പർ ഇല്ലാത്ത വോട്ടുകൾ, ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണമെന്നാണ് ഞങ്ങളുടെ വിഷയം. വളരെ ഗൗരവമായ ഇന്ന് ഇന്ത്യയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടികയിലെ ക്രമക്കേട് നമ്മുടെ കോർപ്പറേഷനിലും ജില്ലയിലെ മറ്റു പഞ്ചായത്തുകളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 6 വോട്ടർമാരുള്ള 4 ID കാർഡ് നമ്പറുകൾ, വോട്ടറുടെ പേര്, രക്ഷിതാവിന്റെ പേര്, വീട്ടുപേര് എന്നിവ ഒരക്ഷരം പോലും മാറ്റമില്ലാതെ 2 തവണ ആവർത്തിച്ചു വരുന്ന 1048 വോട്ടുകൾ. അതോടൊപ്പം തന്നെ നിലവിൽ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ അതിർത്തി മാറി വന്നത് 100 കണക്കിന് വോട്ടുകളാണെന്നും ഒരു വീട്ടു നമ്പറിൽ 327 വോട്ടുകൾ വരെയുള്ളവർ ഉണ്ടെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ ആരോപിച്ചു. ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണമെന്നാണ് മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം. അമൃത ന്യൂസ്, കോഴിക്കോട്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിചാരണ നടപടികൾ നീളുന്നതിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി. ജില്ലാ ജുഡീഷ്യറിയുടെ ചുമതലയുള്ള രജിസ്ട്രാറാണ് റിപ്പോർട്ട് തേടിയത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി റിപ്പോർട്ട് നൽകണം എന്നാണ് നിർദ്ദേശം. സുപ്രീം കോടതി പലതവണ സമയം നീട്ടി നൽകിയിട്ടും അന്തിമ വിധി പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതി നിർദ്ദേശം. ചലച്ചിത്ര താരം നിവിൻ പോളിക്കെതിരായ വഞ്ചനാ കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞു. ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമയുടെ പേരിൽ 2 കോടി തട്ടിയെടുത്തു എന്ന നിർമ്മാതാവ് ഷംനാസിന്റെ പരാതിയിൽ തലയോലപ്പറമ്പ് പോലീസ് എടുത്ത കേസിലെ നടപടികളാണ് കോടതി തടഞ്ഞത്. വൈക്കം മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടികൾക്കാണ് സ്റ്റേ. നിവിൻ പോളി 1-ാം പ്രതിയും സംവിധായകൻ എബ്രിഡ് ഷൈൻ 2-ാം പ്രതിയുമായാണ് FIR രജിസ്റ്റർ ചെയ്തത്. ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതിനു പിന്നാലെ വലിയ ആരോപണങ്ങളുമായി സജി നന്ദ്യാട്ട്. 10 വർഷമായി ജനറൽ സെക്രട്ടറി ആയിരുന്ന തനിക്കെതിരെ വലിയ ഗൂഢാലോചന നടക്കുന്നുവെന്ന് സജി നന്ദ്യാട്ട് പറഞ്ഞു. തന്നെ ചേംബർ പ്രസിഡന്റ് ആക്കരുത് എന്നാണ് ലക്ഷ്യം. തന്റെ കയ്യിൽ വലിയ ബോംബുണ്ടെന്നും എന്നാൽ പല കുടുംബവും തകരും എന്നതിനാൽ സംയമനം പാലിക്കുന്നുവെന്നും സജി നന്ദ്യാട്ട് പറഞ്ഞു. കഴിഞ്ഞ 10 ദിവസത്തിനകത്ത് ഒരു വലിയ നാടകം ഇവിടെ അരങ്ങേറുകയാണ്. ഈ നാടകത്തിന് തിരക്കഥ എഴുതിക്കൊണ്ട് ഒരു ലോബി സജി നന്ദ്യാട് ചേംബർ പ്രസിഡന്റ് ആവരുത് എന്ന ഒറ്റ ഉദ്ദേശത്തോടെ ഒരു വലിയ തിരക്കഥ, ഒരു ഗൂഢാലോചന നടത്തുകയാണ്. ഇവരുടെ 3-4 പേരുണ്ട്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഫിലിം ചേംബറിൽ 300 പ്രോജക്റ്റ് അത് ഞാൻ സൈൻ ചെയ്ത ഒരാളാണ്. എൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വിങ്ങിൽ നിന്നുള്ള ഒരു മെമ്പർഷിപ്പ് ഫിലിം ചേംബറിലേക്ക് വരുമ്പോൾ അവിടെ പ്രൊപ്രൈറ്റർ എന്ന സ്ഥാനത്ത് ഞാൻ എന്തെഴുതണം? പാർട്ട്ണർഷിപ്പ് എന്ന്, പാർട്ട്ണർ എന്ന് എഴുതണം. കറക്റ്റാ? ഈ രാജ്യത്തെ സിവിൽ നിയമം അനുസരിച്ച് ഞാനത് തിരുത്തി നോട്ടറി പബ്ലിക്കിനടുത്ത് പോയി ഞാൻ വിതരണം ചെയ്ത പടത്തിന്റെ നിർമ്മാതാവ് പോയി തിരുത്തി കഴിഞ്ഞു. ഇതാണ് ഇവർ പറയുന്നത്.
പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവ് സാന്ദ്ര തോമസ് നൽകിയ ഹർജി നാളെ വിധി പറയാൻ മാറ്റി. നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെയായിരുന്നു സാന്ദ്രയുടെ ഹർജി. ഹർജിയിൽ ഇന്നലെ വാദം പൂർത്തിയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തനിക്ക് യോഗ്യതയുണ്ടെന്നായിരുന്നു സാന്ദ്രയുടെ വാദം. ബൈലോ മറികടന്ന് തന്റെ പത്രിക തള്ളുകയായിരുന്നുവെന്നും സാന്ദ്ര തോമസ് വാദിച്ചിരുന്നു. എറണാകുളം സബ് കോടതിയാണ് വിധി പറയുക. ഇന്ത്യയ്ക്കായി ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നിർമ്മിക്കാൻ സ്വകാര്യ കമ്പനിക്ക് കരാർ. PPP മാതൃകയിലാണ് പദ്ധതി. 1200 കോടി രൂപയുടെ പദ്ധതിയിൽ 12 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കും. കൃഷി, ദുരന്ത നിവാരണം, സമുദ്ര നിരീക്ഷണം, ദേശീയ സുരക്ഷ, കാലാവസ്ഥാ നിരീക്ഷണം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകൾക്കായുള്ള ഡാറ്റയാണ് ഈ ഉപഗ്രഹങ്ങൾ നൽകുക. എല്ലാ ഉപഗ്രഹങ്ങളും തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യൻ റോക്കറ്റുകൾ ഉപയോഗിച്ച് വിക്ഷേപിക്കും. ഉപഗ്രഹങ്ങളുടെ പൂർണ്ണ നിയന്ത്രണവും ഇന്ത്യയ്ക്കായിരിക്കും. സർക്കാർ സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണ നൽകും. എന്നാൽ ഫണ്ടിന്റെ ഭൂരിഭാഗവും കൺസോർഷ്യത്തിൻ്റെതാണ്. ധർമ്മസ്ഥലയിൽ വീണ്ടും പരിശോധന തുടങ്ങി. ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചാണ് മണ്ണിനടിയിൽ അസ്ഥികൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത്. ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുള്ള GPR ആണ് ഉപയോഗിക്കുന്നത്. 3 മൃതദേഹങ്ങൾ ഒരുമിച്ച് കുഴിച്ചു മൂടിയെന്ന് ക്ഷേത്ര മുൻ പരിചാരകൻ വെളിപ്പെടുത്തിയ പോയിന്റ് 13-ലാണ് SITയുടെ പ്രധാന പരിശോധന. ധർമ്മസ്ഥല പൂർണ്ണമായും പോലീസ് വലയത്തിലാണ്. കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെ എണ്ണം കുറയുന്നതായി കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ. 2 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് 201 സ്കൂളുകൾ പൂട്ടിയതായാണ് കണക്കുകൾ. 2021-22 വർഷത്തിൽ 5010 സർക്കാർ സ്കൂളുകൾ കേരളത്തിലുണ്ടായിരുന്നുവെന്നാണ് കണക്ക്. എന്നാൽ 2023-24 ആയപ്പോൾ സ്കൂളുകളുടെ എണ്ണം 4809 കുറഞ്ഞു. 2 വർഷത്തിനുള്ളിൽ മാത്രം 201 സർക്കാർ സ്കൂളുകൾ കുറഞ്ഞു. രാജ്യത്തെ സർക്കാർ സ്കൂളുകൾ പൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ K. രാധാകൃഷ്ണന്റെ ചോദ്യത്തിനാണ് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്ത് ഇക്കാലയളവിൽ സർക്കാർ സ്കൂളുകളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ കുറവ് വന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്നാണ് കേന്ദ്ര പട്ടിക സൂചിപ്പിക്കുന്നത്. അതേസമയം ഛത്തീസ്ഗഡ്, തമിഴ്നാട്, രാജസ്ഥാൻ, തെലങ്കാന സംസ്ഥാനങ്ങളിൽ 5 വർഷത്തിനിടെ സർക്കാർ സ്കൂളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടെന്നും കേന്ദ്രം മറുപടിയിൽ വ്യക്തമാക്കി. എന്നാൽ കേന്ദ്രത്തിന്റെ കണക്ക് ശരിയല്ലെന്നും വിശദമായി പരിശോധിച്ച ശേഷം മറുപടി നൽകുമെന്നുമാണ് കേരളം പ്രതികരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇടുക്കിയിൽ തേയില വ്യവസായത്തിലെ പ്രതിസന്ധി അതീവ ഗുരുതരമായി. പീരുമേട്ടിൽ 4 തോട്ടങ്ങൾ കൂടി അടച്ചുപൂട്ടി. ഇതോടെ അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളുടെ എണ്ണം 7 ആയി. ഹെലിബറിയ ടീ കമ്പനിയുടെ ചെമ്മണ്ണ്, ഹെലിബറിയ, ചിന്നാർ, വള്ളക്കടവ് എന്നീ തോട്ടങ്ങളാണ് കഴിഞ്ഞ ദിവസം അടച്ചത്. 500-ലധികം സ്ഥിരം തൊഴിലാളികളും 200-ഓളം അതിഥി തൊഴിലാളികളും ഇതോടെ പ്രതിസന്ധിയിലായി. 4 മാസത്തോളമായി തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ട്. 18 മാസമായി ഇവരുടെ പ്രോവിഡന്റ് ഫണ്ടും മാനേജ്മെന്റ് അടച്ചിട്ടില്ല. നിരന്തരം 2-3 മാസം കൂടി ഞങ്ങൾ ശമ്പളം ചോദിക്കുന്ന സമയം കമ്പനി ഇങ്ങനെ പൂട്ടി തൊഴിലാളിയെ പട്ടിണിയിലാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ 2 മാസത്തെ വേതന ശമ്പളം നിലവിൽ ഞങ്ങൾക്ക് സ്റ്റോർ കാശ് പോലും തരാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം മുന്നോട്ട് നീങ്ങുന്നത്. ആ ശമ്പളം ചോദിച്ചതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് ഈ 4 ദിവസത്തേക്ക് മുമ്പ് നോട്ടീസ് ഇട്ടിട്ട് കമ്പനി ഇപ്പോൾ തൽക്കാലം പ്രവർത്തിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. ഞങ്ങൾക്കിപ്പോൾ റിട്ടയർമെൻ്റ് ആയ തൊഴിലാളികൾ 150ഓളം പേരുണ്ട്. അവരുടെ ഗ്രാറ്റുവിറ്റി അടയ്ക്കുകയോ അവരുടെ ഈ PF അടച്ചാൽ മാത്രമേ അവർക്ക് ഈ പെൻഷൻ വാങ്ങിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. ഹെലിബറിയ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചിന്നാർ എന്ന പേരിൽ വിപണിയിലുള്ള തേയിലയിൽ ഗുണനിലവാരം കുറഞ്ഞ തേയിലപ്പൊടി തോട്ടമുടമകൾ കലർത്തുന്നതായാണ് തൊഴിലാളികളുടെ ആരോപണം. കൊച്ചിയിലെ ലേലകേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിൽ തേയിലയിൽ മായം കലർന്നതായി കണ്ടെത്തി. ഇതോടെ കമ്പനിക്ക് ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നു. 4 തോട്ടങ്ങളിലെയും തേയിലക്കൊളുന്ത് വിറ്റഴിക്കാനാകാതെ വന്നതോടെ പ്രതിസന്ധി രൂക്ഷമായി. തുടർന്ന് 4 തോട്ടങ്ങളും കഴിഞ്ഞ ദിവസം പൂട്ടുകയായിരുന്നു. നിലവിൽ പ്രവർത്തിക്കുന്ന 7 തോട്ടങ്ങളും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. പോലീസിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടായതായും പരാതിയുമായി എത്തുന്നവർക്ക് നല്ല അനുഭവങ്ങളാണ് ഉണ്ടാകുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ക്രമസമാധാന പാലനത്തിലും അന്വേഷണ മികവിലും കേരള പോലീസ് ഏറെ മുന്നിലാണ്. പുതുതലമുറ തട്ടിപ്പുകളെ ഫലപ്രദമായി തടയാൻ പോലീസിന് കഴിയുന്നുണ്ട്. കേരളത്തിന്റെ ശാന്തമായ അന്തരീക്ഷം കലുഷിതമാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കുന്നവർക്കെതിരെ ജാഗ്രത വേണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. അടിസ്ഥാന സൗകര്യങ്ങളിലും മികവേറിയ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയായി ഇത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ കുറ്റാന്വേഷണത്തിൽ, ക്രമസമാധാന പാലനത്തിൽ എല്ലാം കേരള പോലീസ് ഏറെ മുന്നിലാണ്. മാത്രമല്ല
പോലീസ് സേനയുടെ മൊത്തമായ നില നോക്കിയാൽ പോലീസ് സേനയിലേക്ക് അടുത്ത കാലത്തായി ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഊർജ്ജസ്വലരായ യുവജനങ്ങളാണ് കടന്നു വരുന്നത്. ഇതൊക്കെ പോലീസിൻ്റെ പൊതുവിലുള്ള കാര്യക്ഷമത വർദ്ധിക്കുന്നതിന് കാരണമാക്കിയിട്ടുണ്ട്. സാങ്കേതിക മേഖലയിൽ കഴിവും യോഗ്യതയുമുള്ളവർ പോലീസ് സേനയുടെ ഭാഗമായതോടെ നല്ല രീതിയിൽ പല കാര്യങ്ങളിലും കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ പോലീസിന് ഇടപെടാൻ കഴിയുന്നുണ്ട്. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകാൻ തിരുവനന്തപുരത്തെ കാര്യവട്ടം സ്റ്റേഡിയം. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നിശ്ചയിച്ചിരുന്ന മത്സരങ്ങളാണ് തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത്. സെപ്റ്റംബർ 30 മുതൽ ആരംഭിക്കുന്ന ടൂർണമെന്റിൽ 4 മത്സരങ്ങൾക്കാണ് കാര്യവട്ടം വേദിയാകുക. ആതിര രാധാകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്തെ ക്രിക്കറ്റ് പ്രേമികൾക്ക് അല്പം ആവേശമൊക്കെയാകാം. കാരണം അങ്ങനെയുള്ളൊരു വാർത്തയാണ് പറയാൻ പോകുന്നത്. വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന് നമ്മുടെ തലസ്ഥാനത്തിൻ്റെ സ്വന്തം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുന്നു. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടത്തേണ്ട മത്സരങ്ങളാണ് സുരക്ഷാ കാരണങ്ങളെ തുടർന്ന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയത്. വനിതാ ലോകകപ്പിലെ ഒരു സെമി ഫൈനൽ റൗണ്ടിനും ഒരു പ്രാഥമിക റൗണ്ട് മത്സരത്തിനും ഒപ്പം ഈ ലോകകപ്പിന് മുന്നോടിയായുള്ള 2 സന്നാഹ മത്സരങ്ങൾക്കുമാണ് തിരുവനന്തപുരത്തെ ഈ കാര്യവട്ടം സ്റ്റേഡിയം വേദിയാകുന്നത്. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടത്തേണ്ടിയിരുന്ന മത്സരങ്ങളാണ് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. IPL-ൽ RCBയുടെ വിജയാഘോഷത്തിനിടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ തിക്കിലും തിരക്കിലും പെട്ട 11ഓളം പേർ മരിക്കുകയും 50ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വലിയ മത്സരങ്ങൾക്ക് വേദിയാക്കുന്നത് യോജിച്ചതല്ല എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം ലോകകപ്പിന് വേദിയാകുന്നത്. സെപ്റ്റംബർ 30 മുതലാണ് വനിതാ ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. വനിതാ ലോകകപ്പിൽ കന്നിക്കിരീടം സ്വന്തമാക്കാൻ ഉറച്ചാണ് ഹർമൻപ്രീത് കൗറിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം കളത്തിലിറങ്ങുക. KCLന് പിന്നാലെ ലോകകപ്പ് കൂടി ഇങ്ങെത്തുമ്പോൾ ക്രിക്കറ്റ് പ്രേമികളുടെ ആവേശം സ്ട്രോങ് അല്ല, ഡബിൾ സ്ട്രോങ് ആകും. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറാമാൻ സുരേഷിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.